ഹലോ, എൻജോയ് യുവർ ലൈഫ്. എല്ലാവരും ഒരു പൊടിക്ക് ഒതുങ്ങിയിട്ടു. ഇപ്പോൾ സമയം 11 PM. അപ്പം ഞങ്ങളെല്ലാവരും പിന്നെ ഭയങ്കര സന്തോഷത്തിലാട്ടോ. എന്താ വെച്ചാൽ ഞങ്ങൾ ആലപ്പുഴയ്ക്ക് ടൂർ പോവാണ്. അപ്പം ഞങ്ങളെ ബസ് വന്നു. അടിപൊളി ബസ് വന്നു, അടിപൊളി. കണ്ടില്ല നിങ്ങൾ? അപ്പോൾ ഞങ്ങൾ ടൂർ പോകാനുള്ള പരിപാടിയാണ്, ആലപ്പുഴ ട്രിപ്പ്. അപ്പോൾ ആലപ്പുഴ ട്രിപ്പ് എന്തൊക്കെ സംഭവിച്ചെന്നുള്ളത് നമ്മൾ ഫുൾ വീഡിയോയിൽ കണ്ടുവരാം. ഓക്കെ, നമ്മളതാ ഫസ്റ്റ് ബസ്സിൽ കയറാൻ പോണു. അപ്പൊ നമ്മള് ആലപ്പുഴക്കുള്ള ട്രിപ്പാണ്. നമ്മള് മരഞ്ചാടിയിലെ ഒരുമ കൂട്ടായ്മന്റെ ഡ്രൈവേഴ്സിന്റെ ആലപ്പുഴക്കുള്ള ട്രിപ്പാണ്. നമ്മള് മരഞ്ചാടി സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ഏറ്റവും ബസ്സിലാണ് നമ്മള് സ്റ്റാർട്ട് ചെയ്യണേ. ബാക്കി എന്താ പറഞ്ഞു വൈബായിക്കും. അപ്പോൾ ടൂർ പോണതിന് മുന്നേ ഒരു കേക്ക് മുറി ഉണ്ടായിരുന്നേ. നമ്മളെ കുഞ്ഞാണിക്ക് 4ാമത്തെ കുട്ടി ഉണ്ടായതിൻ്റെ ഒരു കേക്ക് മുറിയായിരുന്നു ഇത്. ഭയങ്കര നമ്മൾ ആഘോഷം തന്നെ ആക്കിയാണ് ആ കേക്ക് മുറി. ഓക്കെ, നീ ഒരു ആൺകുട്ടിക്ക് കൂടി വേണ്ടി ട്രൈ ചെയ്യണം. ആരോഗ്യവും മുറിക്കടാ. കുഞ്ഞാടിക്ക് ആരോഗ്യം ഉണ്ടാവട്ടെ. അപ്പം ഗൈസ്, ഞങ്ങൾ ആലപ്പുഴ ടൂറിലെ പോവാണ്. ആലപ്പുഴ ടൂറ് പിന്നെ സമയം 12 മണിയാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, നാളെ രാവിലെ ആലപ്പുഴ കാണാം. അപ്പോൾ ഞങ്ങൾ പെരിന്തൽമണ്ണ എത്തിയപ്പം ഒരു ചെറിയ ചായയും ഒരു കടിയൊക്കെ കുടിക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ. അത് പോണ വഴിയിലേക്ക് പോകുന്നു. അപ്പം ഞങ്ങളൊരു 7 മണിയായപ്പോൾ തന്നെ ആലപ്പുഴ ചുറ്റളവിൽ ഏകദേശം എത്തിയിട്ടോ. ഞങ്ങളൊന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പമ്പിൻ്റെ മുന്നിൽ. അപ്പോൾ ഞങ്ങൾ അവിടെ പിന്നെ എന്താ പറയുക, ആലപ്പുഴ ബീച്ചിലേക്കാണ് ഫസ്റ്റ് പോയത്. ആലപ്പുഴ ബീച്ചിൽ പോയപ്പോൾ നമ്മളിങ്ങനെ ഒരു സംഗതി കണ്ട്, ആ ബീച്ചിലൂടെ ഒരു റൈഡ്. അപ്പോൾ അത് ഞാനും അജിത്തും കൂടി കയറി ഒന്ന് ട്രെയിലെടുത്തു. 250 രൂപ ചാർജായിരുന്നു കേട്ടോ ഇതിൽ കയറാൻ. ഞാൻ ആദ്യമായിട്ട് കയറുകയാണിത്. നല്ലൊരു വൈബായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ് ആക്കണതും ഇതൊക്കെ നമ്മളെ ബായി പറഞ്ഞു തന്ന്. പിന്നെ ലാസ്റ്റ് ബായി ഞങ്ങളെ പറ്റിച്ചു. ബായി ഞങ്ങളെപ്പുറം കയറി പോന്നു. ഞങ്ങൾക്ക് ഓടിക്കാൻ അറിയില്ല എന്ന് വിചാരിച്ചിട്ട്. കണ്ടോ, അങ്ങനെയൊക്കെയാണ് സംഭവം. പിന്നെ ബായി ആക്സിലേറ്റർ എൻ്റെ കയ്യിൽ തന്നെ തന്നു. അജിത്ത് പുറകിൽ നിന്ന് അടിപൊളി വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞ് നല്ല ചായ കുടിക്കാൻ പോയി. രാവിലത്തെ ചായ, നല്ല വെള്ളപ്പവും ദോശയും
മസാല ദോശയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിച്ച് അത് കഴിഞ്ഞ് നേരെ ഞങ്ങളെ പുന്നമടക്കായലിലേക്ക് എത്തി. അപ്പം ഗൈസ് ഞങ്ങളിവിടെ പാർക്കിംഗ് ചെയ്തു. ഇതാണ് ആലപ്പുഴ ബോട്ടിൻ്റെ യാർഡ് വരുന്നത്. അപ്പോൾ ഞങ്ങളെ ബോട്ട് ആ സൈഡിലായിട്ട് വരിക. അത് ഞങ്ങൾ പാർക്കിംഗ് ചെയ്ത് വെയിറ്റ് ചെയ്യാണ്. 11 മണിയാകുമ്പോഴാണ് വരിക ബോട്ട്. വെയിറ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ അവിടെയാണ് ബോട്ട് വരിക കേട്ടോ. ഇവിടെ കുറേ ബോട്ട് വന്ന് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോ ടീംസ് ബുക്ക് ചെയ്തതാണ്. ഞങ്ങളത് 11 മണിയാകുമ്പോഴേ വരുള്ളൂ. ഞങ്ങളത് 10 റൂമിലെ വലിയ ബോട്ടാണ് വരുന്നത്, VIP ബോട്ട്. അപ്പം ഞങ്ങളെ ബോട്ടിലേക്ക് നടക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഞങ്ങളെ ബോട്ട് വന്ന് ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചെക്കന്മാരൊക്കെ സെറ്റാണ് കേട്ടോ. കുറേ ബോട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാട്ടോ ഞങ്ങളെ ബോട്ട്. അഡ്വാൻസ് കൊടുത്തല്ലേ? അപ്പൊ ഞങ്ങൾക്കില്ല ഉച്ചക്കില്ല ഫുഡ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെൽക്കം ഡ്രിങ്ക് ഒക്കെ മേലെ റെഡിയാ. അപ്പൊ ഞങ്ങൾ ഉച്ചക്കില്ല ചോറ് ഇവിടെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉപ്പേരി ഒക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 1:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഫുഡ് റെഡിയാവും. ഓക്കെ ഗൈസ്, നമ്മളെ ഉച്ചക്കത്തെ ഫുഡാണിത്. കരിമീൻ നല്ല മുളകിട്ടൊക്കെ വെച്ചതാണ്. നല്ല പയറുപ്പേരി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെന്താല്ലേ സാമ്പാറ്, തോരൻ, എല്ലാം ഒരു കുടക്കീൽ ചോറ്. ഓക്കെ, നമ്മളെ മെയിൻ സാധനമാണ് കരിമീൻ പൊള്ളിച്ചത്. ഇതാണ് നമ്മളെ കരിമീൻ പൊള്ളിച്ചത്. കരിമീൻ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ കരിമീൻ പൊരിച്ചത്. ഞങ്ങളെ ചോറ് റെഡിയായി. കരിമീൻ ചോറെത്തിയില്ല ഇതുവരെ. ചോറല്ല, ഫിലോപ്പിയൊന്നല്ല. നീ എവിടെയായിരുന്നു? ഞാൻ കുറച്ച് ഉറങ്ങി. രാത്രി സമയങ്ങളിൽ തീരെ ഉറങ്ങാൻ പറ്റിയില്ല. അടിയിലെ കരിമീന് കിട്ടിന്റെ അവിടെ നെതിർന്നല്ലോ. പറടാ, അങ്ങനെ ചെറിയ മോട്ടെടുത്ത് പോകും. അത് കാണില്ലേ മാറ്റി പോകാൻ ഇത് നമ്മളെ നിർത്തി കൊടുത്താ നമ്മളെ അടുത്ത് നിർത്തിട്ടോ. നമ്മളെ കൊണ്ടുപോകും കേട്ടോന്. നിർത്തി തരും. അതിന്റെ അടുത്ത് കുറഞ്ഞ പൈസ ഉള്ളു. വൈബ് സ്ഥലങ്ങൾ. ഇതാണ് ഇവിടുത്തെ KSRTC. എന്താ പൂളിക്കുന്ന് ആലപ്പുഴ. ഇതിന്റെ ബോർഡ് കണ്ടില്ലേ? പൂളിക്കുന്ന് ആലപ്പുഴ. എൻജോയ്. ഭയങ്കര രസാട്ടോ. എന്താന്നറിയില്ല, ഇവിടുത്തെ ഒരു വൈബ് വേറൊരു വൈബ് തന്നെയാണ്. നോക്കിയത് അവിടെ
ഓരോ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സൈഡില്. ഓൽക്ക് ഓരോ വീട്ടുകാർക്കും തോണിയാണ്. നമ്മളെ വീട്ടിലൊക്കെ ഓരോ കാറെല്ലാം ഉണ്ടായാല് ഇവിടെ ഓരോ വീട്ടിലും അവർക്ക് ഓരോരോ പിന്നെ നല്ല തോണി, സ്പീഡ് തോണികൾ. ആ വീട്ടിൽ കണ്ടില്ല ഞങ്ങള് അതിലൊക്കെ തോണിയാണ്. അങ്ങനെ കുറേ ഉണ്ട് ഇവിടെ. ഇതൊക്കെ ഇവിടെയുള്ള ജീവിതമൊക്കെ ഒരു ജീവിതം തന്നെയാണ്. ഇത് ഞങ്ങളെ നാട്ടിലുള്ള നമ്മളൊരു മരജാട്ടിയുള്ള ഒരാളാണ്. ഈ ജീവിതം എന്ന് പറയുന്നത് നമ്മള് കാട്ടി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന അവിടെയൊക്കെ ഫ്രീ ആയിട്ട് ഞങ്ങളെ വക മരഞ്ചാട്ടി ടിപ്പ് ഡ്രൈവേഴ്സിന്റെ വക ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. അസിയ എന്റെ ഇവിടുത്തെ എങ്ങനെ ഉണ്ട്? ആണല്ലേ? എങ്ങനെയുണ്ട് ഇവിടെ? ഇവിടുത്തെ കാലാവസ്ഥ ഒക്കെ ഉണ്ട്? ബോട്ടില് ഫുഡൊക്കെ എങ്ങനെയുണ്ട്? അല്ലേ? ആ, അപ്പൊ ഇതൊക്കെ അങ്ങനെ എല്ലാരും ആസ്വദിക്കുകയാണ്. അപ്പൊ ഗൈസ്, നമ്മളൊരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇതാണ് ഈ വണ്ടി. അത് കൊറേ ബോട്ടുകളുണ്ട് കേട്ടോ. എടാ, നമ്മളൊരു വണ്ടി ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. വീണ്ടും ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഗിയർ മാറ്റി വീണ്ടും നമ്മള് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഡ്രൈവർ കത്തിച്ച് വിടുകയാണ്. വീണ്ടും ഞങ്ങളെ പുറകിലേക്ക് കയറി. വേറൊരു വണ്ടി ഇതിലെ BMW ഓവർടേക്ക് ചെയ്യുന്നു. എടാ, BMW ആണ്. നല്ല സ്ഥലങ്ങളാ. അങ്ങനെ രാത്രിയായി. രാത്രി ഫുഡാണ് കേട്ടോ കഴിക്കണത്. ചപ്പാത്തി, ചോറ്, പിന്നെ അതിക്കുള്ള കറികൾ, സാമ്പാറുണ്ട്, ചിക്കൻ കറി ഉണ്ട്. അപ്പം എല്ലാവരും നൈറ്റ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉപ്പേരി ഉണ്ട്. എല്ലാവരും എൻജോയ്മെൻറ്റിൽ തന്നെ കേട്ടോ. കണ്ടില്ല നിങ്ങൾ എല്ലാവരും? ഇതൊക്കെ ഞങ്ങൾ പിന്നെ കായലിൻ്റെ നടുവിലാട്ടോ ഉള്ളത്. അടിപൊളി ബോട്ടാണ്. കണ്ടില്ല ലൈറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ വ്യൂകളാണ് ഇത് കാണുന്നത്. സൂര്യൻ ഉദിച്ച് വരുന്നതും നല്ല രാവിലത്തെ വൈബൊക്കെ ഒരു പ്രത്യേക വൈബ് തന്നെ കേട്ടോ. ഞങ്ങൾ കരക്കടുക്കാൻ പോവാണ്. അതിൻ്റെ ഇടയിലാണ് നമുക്ക് ചായക്കുള്ള ഇഡ്ഡലി സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. ഇഡ്ഡലിയും സാമ്പാറുമാണ് രാവിലത്തെ ഫുഡ്. ഇതൊക്കെ ബോട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വലിയ ഇഡ്ഡലി ചെമ്പിലാണ് ഇഡ്ഡലി റെഡിയാക്കുന്നത്. ഇഡ്ഡലി ഏകദേശം സെറ്റായിണ്. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും നമ്മളെ മേശന്മേൽ. അപ്പോൾ ഞങ്ങളെ രാവിലത്തെ ഭക്ഷണം റെഡിയായി. നല്ല സാമ്പാറും ഇഡ്ഡലി, ചമ്മന്തി. ചമ്മന്തി വൈബ് തന്നെ. അതൊക്കെ എല്ലാരും ചായ കുടിച്ച് സെറ്റായിരിക്കാണ്. അപ്പൊ ഞങ്ങള് ബോട്ട് വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. സമയം 8 മണിയായി. ഞങ്ങള് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. കുഴപ്പമൊന്നുമില്ല, ഉഷാറായി. എല്ലാരും ഇതാ ബാഗൊക്കെ എടുത്ത് ഇറങ്ങുകയാണ്. ഓക്കെ, ഞങ്ങളെ ബോട്ട് യാത്ര, ആലപ്പുഴ ബോട്ട് യാത്ര ഇവിടെ പൂർണ്ണമായിരിക്കുന്നു.